ഹലോ ഗായ്സ്, പുതിയൊരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് അമ്പിളിയും കൂടി ഉണ്ട് കേട്ടാ. അമ്പിളിക്കൊരു ദോശ എടുക്കാൻ ഇറങ്ങിയതാട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നെൻ്റെ ഈ പച്ചക്കറിയും കൂടി ഒന്ന് കാണിച്ചു തരാം. അമ്പിളി 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 അത്യാവശ്യം നീളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് അത്രയൊന്നും കിട്ടിയിട്ടേ ഇല്ല. എനിക്ക് ഇപ്രാവശ്യം കുറച്ചൊരു പ്രതീക്ഷയുണ്ട്. ഇങ്ങോട്ട് തന്നെ നമ്മൾ അമ്പിളി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് താലോലിയാണേ. താലോലി ഇതായിട്ടുണ്ട് ഇതെല്ലാം പറിക്കാനായിട്ടുണ്ട്. താലോലിയും പയറും കൂട്ടി ഓലം വെക്കണം. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ആവുന്നുണ്ടല്ലോ. എന്നെപ്പോലെ വളഞ്ഞു പോയ താലോലി. ഞാൻ നട്ടേല്ലേ, വളയാണ്ടിക്കൂല. ഇതാണ് താലോലീൻ്റെ പൂ കേട്ടോ. നല്ല അടിപൊളിയല്ലേ, ഇതിൻ്റെ പൂ. ഞാൻ ഇവിടെ വെണ്ട, ചീര ഇതെല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നട്ടിട്ടാവുള്ളത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് താലോലി. വഴുതനയെല്ലാം ആവുന്നുണ്ട്. ഈ വഴുതന എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല എണ്ണയിലിങ്ങനെ നല്ല എണ്ണയിലിട്ട് ഇങ്ങനെ വരട്ടിയെടുത്ത് വെളുത്തുള്ളി കാന്താരിയൊക്കെ മിക്സ് ആക്കിയാൽ നല്ല ടേസ്റ്റാണിത്. ഇവിടെയുണ്ട് വെണ്ടയും ചീരയും കൂടി മിക്സ് ആക്കി നട്ടിട്ട്. ഇവിടെ വഴുതനേൻ്റെ ഇടയിലെല്ലാം ചീര ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പേസ് ഒന്നും കളയാൻ പാടില്ല. കോളിഫ്ലവറെല്ലാം അമ്മേൻ്റെ കുടുംബശ്രീന്ന് കിട്ടിയതാണ്. എന്നാലും അത്യാവശ്യം ഉഷാറാവുന്നുണ്ട്. ഓരോന്നും ഉഷാറാവുന്നില്ല, പക്ഷെ ഓരോന്നും ഉഷാറാവുന്നുണ്ട്. ഫസ്റ്റാണ് ഇങ്ങനെ ഇതെല്ലാം ഞാൻ കൃഷി ചെയ്ത് നോക്കുന്നു. എങ്ങനെയാ ആവുമോന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം, ട്രൈ. കോളിഫ്ലവറിനെ പോലെ കേബേജും കൊണ്ട് നട്ടിട്ടുണ്ട്. ഇത് ഫസ്റ്റാണ്. ഇതിൻ്റെ ഇലയെല്ലാം ഫസ്റ്റാണ് ഞാൻ ഈ കാണുന്നത്. ഇതിൻ്റെ കുരു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു കുരുവാണ് കേബേജിന് നടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാ നമ്മളെ ചോട്ട് വന്നിട്ടുണ്ട് ഇടാ. ചോട്ടോ എക്സ്ക്യൂസ് മീ, നിങ്ങനെ കടന്നുകൂടി നീ. പയറ് നട്ടിട്ടുണ്ട്.